നമസ്കാരം, എല്ലാവർക്കും VHS സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് DJI Osmo Pocket 3യും വലുപ്പത്തിലും ഫീച്ചേഴ്സിനും അതിനോട് സാമ്യമുള്ള മറ്റ് 3 ക്യാമറകളും തമ്മിലുള്ള ലോ ലൈറ്റ് വീഡിയോ ആൻഡ് സ്റ്റെബിലൈസേഷൻ്റെ കമ്പാരിസനാണ്. ഈ ടെസ്റ്റിനായി നമ്മൾ ഒരുമിച്ച് റിഗ് ചെയ്തേക്കുന്ന ഡിവൈസസ്, ഒന്നാമത്തേത് iPhone 15 Pro Max, രണ്ടാമത്തേത് DJI Osmo Pocket 3, മൂന്നാമത്തേത് Sony ZV-1, നാലാമത്തേത് GoPro Hero 11. ഈ 4 ഡിവൈസുകളിൽ ഏതെങ്കിലും ഒന്ന് ലോ ലൈറ്റ് ഷൂട്ടിങ്ങോട് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് ഒരു വ്യക്തമായൊരു തീരുമാനം എടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്നിക്കലി ആക്യുറേറ്റ് റിവ്യൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല, എങ്കിലും ഈ 4 ഡിവൈസസും ഫിസിക്കലി കണക്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഹാൻഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോഴുള്ള വൈബ്രേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ഈ 4 ഡിവൈസുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. ഈ 4 ഡിവൈസിൻ്റെയും റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് 4K 24pയിലേക്കാണ്. മറ്റെല്ലാ പാരാമീറ്ററുകളും ഓട്ടോ മോഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പോക്കറ്റ് 3 പോലൊരു ക്യാമറ അതിൻ്റെ ഈസിയസ്റ്റ് മോഡിൽ സെറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ ഉള്ള റിസൾട്ട് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്യാമറകളെല്ലാം തന്നെ അതിൻ്റെ ഒപ്റ്റിമൽ സെറ്റിങ്സിൽ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്ന അവസരത്തിൽ നമ്മൾ യാതൊരുവിധ എഡിറ്റിംഗ് ചെയ്യുന്നില്ല. സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ ഫുട്ടേജാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ കാണിക്കുന്ന എല്ലാ ഫുട്ടേജിലും ലെഫ്റ്റ് സൈഡിലുള്ളത് പോക്കറ്റ് 3യും റൈറ്റ് സൈഡിലുള്ളത് അതിനോട് കമ്പയർ ചെയ്യുന്ന ക്യാമറയുടെ ഫുട്ടേജുമായിരിക്കും. ഐഫോണിൽ നിന്ന് സിമിലറായിട്ടൊരു ഇമേജ് ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും പോക്കറ്റ് 3യിൽ കുറച്ചുകൂടെ ഡൈനാമിക് റേഞ്ചും അതുപോലെ കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ള സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഇവിടെ നമ്മൾ ഐഫോൺ ഫുട്ടേജ് നോക്കുകയാണെങ്കിൽ ഒരു ലെൻസ് ഫ്ലെയർ പോലൊരു ഡോട്ട് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും. നൈറ്റ് മോഡിലുള്ള ഈ ഫ്ലെയർ ഇഷ്യൂ മറ്റ് മോഡൽ ഐഫോണുകളിലും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അടുത്ത വശത്തുള്ള പോക്കറ്റ് 3 ഫുട്ടേജിൽ ലൈറ്റ് സോഴ്സിനോട് അടുത്ത് ചെല്ലുമ്പോൾ വളരെ വലിയൊരു ലെൻസ് ഫ്ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൂടുതലായിട്ടും ലൈറ്റ് സോഴ്സ് ലെൻസിൻ്റെ കോർണറിലെത്തുമ്പോഴാണ് കൂടുതലായും വ്യക്തമായിട്ട് കാണുന്നത്. പോക്കറ്റ് 3യുടെ ഫുട്ടേജ് കുറച്ചുകൂടെ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അതായത് ഫുൾ ഫ്രെയിമിൽ 20mm ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് ഓഫ് വ്യൂ ആണ് പോക്കറ്റ് 3യിലുള്ളത്. അതുകൊണ്ട് തന്നെ ലെൻസിൻ്റെ കോർണറിലുള്ള വസ്തുക്കളിലെ ഡിസ്റ്റോർഷൻ മൂലമുള്ള ചരിവ് കൂടുതൽ പ്രകടമാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. കുറേ കൂടി ബ്രൈറ്റായിട്ടുള്ളൊരു എക്സ്പോഷറാണ് സോണി ZV-1ൽ നമുക്ക് ഓട്ടോ മോഡിൽ ലഭിക്കുന്നത്. അതുപോലെ കാര്യമായ സ്റ്റെബിലൈസേഷനൊന്നും സോണി ZV-1ൻ്റെ സ്റ്റാൻഡേർഡ് മോഡിൽ നമുക്കിവിടെ ലഭിക്കുന്നില്ല. ഡൈനാമിക് റേഞ്ചും നമുക്ക് ZV-1ൽ പോക്കറ്റ് 3യെക്കാട്ടിലും കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ 2 ക്യാമറകളും 1" ടൈപ്പ് സെൻസറാണെങ്കിൽ കൂടിയും പോക്കറ്റ് 3യിൽ താരതമ്യേന പുതിയതും 10 ബിറ്റ് ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ കെൽപ്പുള്ളതുമായ സെൻസറാണ്. അതുപോലെ റെസൊല്യൂഷനും പോക്കറ്റ് 3യുടെ കുറവാണ്. ഒരേ സെൻസർ സൈസിൽ സോണി ZV-1ന് 20 മെഗാപിക്സലാണെങ്കിൽ പോക്കറ്റ് 3ക്ക് 9.4 മെഗാപിക്സൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് ലോ ലൈറ്റിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള പെർഫോമൻസും ഡൈനാമിക് റേഞ്ചും ലഭിക്കാൻ പോക്കറ്റ് 3 സഹായിക്കുന്നു.
ഗോപ്രോയിൽ താരതമ്യേന ഡാർക്കറായിട്ടുള്ളൊരു എക്സ്പോഷറാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ലോ ലൈറ്റ് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഗോപ്രോയുടെ ഫുട്ടേജിൽ നിന്ന് വളരെ വ്യക്തമാണ്. നല്ല രീതിയിലുള്ള ഫ്ലിക്കറിങ് ഗോപ്രോ ഫുട്ടേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ലൈറ്റ് ഉള്ളിടത്ത് ചെല്ലുമ്പോഴും ലൈറ്റ് കുറവുള്ളിടത്ത് ചെല്ലുമ്പോഴും വ്യത്യാസപ്പെടുന്നുണ്ട്. അതുതന്നെ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ലൈറ്റുമായിട്ടുള്ള ബന്ധത്തെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പോക്കറ്റ് 3ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോ ലൈറ്റ് മോഡുണ്ട്. ഈ മോഡിൽ ക്യാമറയുടെ ISO 50 മുതൽ ISO 16000 വരെ വേരി ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇനിയുള്ള ടെസ്റ്റിങ്ങിൽ പോക്കറ്റ് 3 അതിൻ്റെ ലോ ലൈറ്റ് മോഡിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോക്കറ്റ് 3യിൽ നിന്ന് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ആ മേഘത്തിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് വ്യക്തമാണ്. സോണി CV1ൻ്റെ സ്റ്റെബിലൈസേഷൻ നമ്മൾ ആക്റ്റീവ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ബോഡിയിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റെബിലൈസേഷനാണിത്. ഇതുമൂലം ഫീൽഡ് ഓഫ് വ്യൂ കുറച്ചുകൂടെ ക്രോപ്പിനായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മോഡിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനാണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പോക്കറ്റ് 3യുടെ ആക്ച്വൽ ഗിംബൽ സ്റ്റെബിലൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു പെർഫോമൻസ് ഒന്നും നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നില്ല.
നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിൽ കണ്ട അതേ റിസൾട്ടൊക്കെ തന്നെയാണ് ഈ ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടെസ്റ്റിൻ്റെ ആകത്തുകയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു ലെൻസ് ഫ്ലെയറിൻ്റെ ഇഷ്യൂവും ഒരു ലെൻസ് ഡിസ്റ്റോർഷൻ്റെ ഇഷ്യൂവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ 4 ഡിവൈസസിലും ഏറ്റവും ബെസ്റ്റ് ലോ ലൈറ്റ് ഷൂട്ടർ ഡിജെയുടെ ഓസ്മോ പോക്കറ്റ് 3 തന്നെയാണ്. ലോ ലൈറ്റ് ഇമേജ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലാണെങ്കിലും പോക്കറ്റ് 3 മറ്റു 3 ഡിവൈസുകളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിവതും ഓട്ടോ സെറ്റിങ്സ് ആണ് നമ്മൾ ഈ ടെസ്റ്റിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും എല്ലാ ഡിവൈസസും അതിൻ്റെ ഒപ്റ്റിമലായിട്ടുള്ള സെറ്റിംഗ് ഉപയോഗിക്കുകയും എഡിറ്റിങ്ങിൽ അതുപോലെ നമ്മൾ ഫുട്ടേജ് ട്യൂക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഒബ്സർവ് ചെയ്ത ഹൈറാർക്കിക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. എന്നിരുന്നാലും ഇപ്പോൾ കണ്ട റിസൾട്ട് വെച്ചിട്ട് പോക്കറ്റ് 3 തന്നെയായിരിക്കും അതിലും മുന്നിൽ നിൽക്കാൻ സാധ്യത. ലോ ലൈറ്റ് ഷൂട്ടിങ്ങിനായിട്ട് ഇതിലേതെങ്കിലും ഒരു ഡിവൈസ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ലോ ലൈറ്റ് പെർഫോമൻസും സ്റ്റെബിലൈസേഷനും കൊണ്ട് മാത്രം പോക്കറ്റ് 3 മറ്റ് 3 ഡിവൈസുകളെക്കാട്ടിലും സുപ്പീരിയർ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കമ്പാരിസൺ വീഡിയോകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.